ചില്ലി ജാസ്മിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മഴ കാരണം വീണ്ടും ഒരു പരിപാടി നടക്കുന്നില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ തുലാമാസം എന്ന് പറയുന്നത് തുലാവർഷത്തിൻ്റെ ഒരു സമയമാണ്. തുലാവർഷത്തിൻ്റെ സമയം എന്ന് പറഞ്ഞാൽ ഉച്ച കഴിഞ്ഞ് മാത്രം മഴ പെയ്യുന്ന ഒരു രീതിയാണ് തുലാവർഷത്തിനുള്ള നല്ല ഇടിയും മിന്നലും ഒക്കെ ആയിട്ട്. എന്നാൽ ഇപ്പോൾ കാണുന്ന മഴയെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, കാലവർഷം പോലെയുള്ള, അതായത് കാലവർഷം പോലെയുള്ള തുലാവർഷമാണ് നമുക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ന്യൂനമർദ്ദമാണ് ഇത്തരത്തിലുള്ള മഴ, തുടർച്ചയായ മഴ പെയ്യുന്നതിനുള്ള കാരണം. അപ്പം നമ്മളെപ്പോലൊക്കെ കൃഷി ചെയ്യുന്നത്, പ്രത്യേകിച്ച് ഇതുപോലെ ടെറസിലൊക്കെ കൃഷി ചെയ്യുന്നവർക്കാണെങ്കിൽ തുടർച്ചയായി മഴ പെയ്യുന്ന അവസരത്തിൽ എത്ര നമ്മൾ സൂക്ഷിച്ചെന്ന് പറഞ്ഞാലും നമ്മുടെ ടെറസിൽ ചെറിയ അളവിൽ പായലും അതുപോലെ ഈ ഇലകളൊക്കെ കൃത്യമായിട്ട് പൊഴിയുക, എപ്പോഴും നമുക്ക് മഴ കാരണം കയറി വന്ന് അടിച്ച് വൃത്തിയാക്കാനൊന്നും പറ്റാതെ വരും. അപ്പം പായൽ പിടിക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. അങ്ങനെ നമുക്ക് ഈ മഴയൊന്ന് തോർന്ന് നിൽക്കുന്ന സമയത്താണ് എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഇതേപോലെ മഴ പെയ്യുന്ന സമയമാണ്, പിന്നെ നമ്മൾ ഒക്ടോബർ മുതലേ ശീതകാല പച്ചക്കറി ചെടികൾ നട്ടു തുടങ്ങിയിട്ടുമുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരു ചെറിയ രീതിയിൽ നമുക്കൊന്ന് വളം ചെയ്തു കൊടുക്കാം മഴ വീഴുന്നതിന് മുന്നേ. മഴ പെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് ഈ വിളവ് കുറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മഴ പെയ്യുമ്പം ഈ പൂക്കൾക്കകത്തുള്ള പൂമ്പൊടികളെല്ലാം തന്നെ നനഞ്ഞു പോവും. അതുകൊണ്ട് തന്നെ പരാഗണം നടക്കുന്നതിനുള്ള സാധ്യത കുറയുന്നതാണ് കായ്കളുടെ വലിപ്പം കുറയാനും കായ്കൾ ഉണ്ടാകുന്നത് കുറഞ്ഞു പോകാനുമൊക്കെയുള്ള കാരണം. അപ്പം തുടർച്ചയായി മഴ പെയ്തതിൻ്റെ ഫലമായിട്ട് എൻ്റെ ചീരകൾക്കൊക്കെ സംഭവിച്ചിരിക്കുന്നത് ഞാനൊന്ന് കാണിച്ചു തരാവേ. വാ, ഇത് നമ്മളിവിടെ പാൽച്ചീരയുടെ തൈ നട്ടുപിടിപ്പിച്ചതാണേ. അപ്പോൾ ഒരു കാര്യം ഓർത്തോണേ, പാൽച്ചീരയുടെ അരിയും അതുപോലെ മയിൽപ്പീലി ചീരയും പിന്നെ നമ്മുടെ സാധാരണ ചുവപ്പ് ചീരയും അതുപോലെ സുന്ദരി ചീരയുടെയും എല്ലാം വിത്തുകളുണ്ട്. ആവശ്യമുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ നമ്മൾ ഒരു വാട്സാപ്പ് നമ്പർ ഞാൻ വീഡിയോയിൽ തരത്തില്ലേ, അതിൽ കൂടെ മെസ്സേജ് ഇടണം. മെസ്സേജ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ പാവലിൻ്റെ വിത്ത് വേണം, അല്ലെങ്കിൽ പയറിൻ്റെ വിത്ത് വേണം, അല്ലെങ്കിൽ നമുക്ക് വേണ്ട വിത്തുകളുടെ പേര് താഴെ എഴുതി മെസ്സേജ് ചെയ്താലും മതി. അപ്പം ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു തരാവേ. ഇത് പാൽച്ചീരയാണേ. പാൽച്ചീര പാകി മുളപ്പിച്ച് മാറ്റി നട്ടത്. അത് ഇങ്ങോട്ട് നോക്കിക്കേ, ഒരൊറ്റ ഇല പോലും, ഇലയുടെ പച്ചപ്പ് പോലും അവശേഷിക്കാതെ, കണ്ടോ? ഒന്നുകിൽ ഇത് ഒച്ചായിരിക്കും അല്ലെങ്കിൽ പുഴുവായിരിക്കും. ഒച്ചാകാനാണ് സാധ്യത. പുഴുവാണെങ്കിൽ മൊത്തം ഭാഗവും കരണ്ട് നശിപ്പിക്കുവേ. അപ്പോൾ ഇതുപോലെ ഇലകൾ കളഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ സൂത്രപ്പണി, 10 പൈസയുടെ മുടക്കില്ല. നമ്മുടെ വീട്ടിലുള്ള ഈ ഒരു സാധനം മാത്രം മതി, അതും വളരെ കുറച്ച് മതി. ഞാൻ കാണിച്ചു തരാവേ. ഇവിടെ ഞാൻ എൻ്റെ 1 ലിറ്റർ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ 1 ലിറ്റർ വെള്ളത്തിലേക്ക് 1 സ്പൂൺ മാത്രം, 1 സ്പൂണിൽ ഇച്ചിരി കുറഞ്ഞു പോയാലും കുഴപ്പമില്ല കേട്ടോ. നമ്മൾ ഈ പുതിയ സാധനങ്ങളൊക്കെ 1 സ്പൂൺ എന്നൊക്കെ നിങ്ങളോട് പറയുമ്പം നിങ്ങൾ എപ്പോഴും ട്രൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പകുതി അളവിലെടുത്തിട്ട് ചെയ്തു നോക്കുക. നമ്മളുടെ ചെടികൾക്ക് എന്തെങ്കിലും ദോഷങ്ങളൊക്കെ വരുന്നുണ്ടോ അതൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം ചെയ്താൽ മതി. ഒറ്റയടിക്ക് ഇപ്പോൾ ആരോഗ്യം കുറഞ്ഞ ചെടിയുടെ മുകളിലോട്ട് നമ്മൾ പറയുന്ന കണക്കിൽ തന്നെ നിങ്ങൾ കൊടുക്കാനായിട്ട് നിൽക്കേണ്ട. അപ്പം ഞാൻ 1 സ്പൂണാണ് ഇടുന്നത്. നിങ്ങളൊരു 1/2 സ്പൂൺ ഇട്ട് ട്രൈ ചെയ്ത് നോക്കി നല്ലതാണെന്ന് മനസ്സിലായാൽ രണ്ടാമതൊരു പ്രാവശ്യം കൂടെ ചെയ്ത് നോക്കിക്കൂ. അപ്പം ഞാൻ ഇതിനകത്തോട്ട് കുറച്ച് സോഡാപ്പൊടി ഇട്ട് കലക്കിയിട്ടുണ്ട്. എന്നിട്ട് ഞാനിന്ന് ഇളക്കിയപ്പോൾ തന്നെ കുറേ തൂകിപ്പോയേ. അപ്പോൾ ചെയ്യേണ്ടത് എന്നാണെന്നറിയോ, ഈ ഇലകളുടെയൊക്കെ മുകളിലൊക്കെ വീഴത്തക്ക രീതിയിൽ ഇതുപോലെ തളിച്ചു കൊടുക്കണം. കണ്ടോ? അപ്പോൾ പുഴുവാണേലും ഒച്ചാണേലും അതിൻ്റെ ശല്യം നല്ലൊരു പരിധി വരെ മാറും. അപ്പോൾ അടുത്ത ദിവസം ഞാൻ നിങ്ങളെ ഇത് കാണിച്ചു തരാം, ഇതിന് പുതിയ ഇലകൾ വരുന്നുണ്ടോ ഇല്ലയോ. നമ്മളെല്ലാം തന്നെ ശീതകാല പച്ചക്കറി ചെടികളെല്ലാം വിത്തുകൾ പാകി മുളപ്പിച്ച് മാറ്റി നടാൻ തുടങ്ങിയിരിക്കുന്ന ഒരു സമയമാണ്. നമ്മൾ ഈ ശീതകാല പച്ചക്കറികൾ മാറ്റി നട്ടാൽ പിന്നെ ചെയ്യേണ്ടുന്ന ഒരു രീതിയാണ്, വളം കൊടുക്കുന്നൊരു രീതിയാണ് നമ്മളിന്ന് പറയുന്നത്. അതിനു വേണ്ടി ഇവിടെ കുറച്ച് ചകിരിച്ചോറ് എടുത്തിട്ടുണ്ട്. നിങ്ങൾ ചകിരിച്ചോറാണ് നല്ലത്. ഇനി ചകിരിച്ചോറ് ഇല്ലെങ്കിൽ നമ്മൾ പറമ്പിൽ നിന്ന് ഉപയോഗിക്കുന്ന നല്ല നീർവാർച്ചയുള്ള ഇളക്കമുള്ള കട്ട പിടിക്കാത്ത കല്ലൊന്നും ഇല്ലാത്ത മണ്ണ് ചേർത്ത് കൊടുത്താലും മതി. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ചകിരിച്ചോറാണേ. ഇതിനകത്തോട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് ട്രൈക്കോഡർമ, കണ്ടോ? കുറച്ച് ട്രൈക്കോഡർമ ഇടുന്നുണ്ട്. ഇത് കൂടാതെ നമ്മൾ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ എല്ലുപൊടിയാണേ. കുറച്ച് എല്ലുപൊടി മതി. എല്ലുപൊടിയുടെ അളവ് എപ്പോഴും കുറഞ്ഞിരിക്കുന്ന ഒരു 2 പിടി എല്ലുപൊടി കൊടുത്താൽ മതി. പിന്നെ ഇത് നമ്മുടെ കമ്പോസ്റ്റാണേ. അപ്പോൾ എന്നോട് കഴിഞ്ഞ ദിവസം ഒരാൾ കമൻറ്റ് ചോദിക്കുന്നുണ്ടായിരുന്നു, നമ്മുടെ കിച്ചൺ വേസ്റ്റ് കമ്പോസ്റ്റ് ഇടുമ്പം പിന്നെ എന്തുമാത്രം കമ്പോസ്റ്റ് ചേർക്കണമെന്ന്. ഏതെങ്കിലും ഒരു കമ്പോസ്റ്റ് മതി, അല്ലാതെ എല്ലാ കമ്പോസ്റ്റും കൂടെ ചേർക്കണ്ട. പിന്നെ ചിലർ ചോദിക്കും, എന്നും ജൈവ സ്ലറി കൊടുക്കണോ? എന്നും ജൈവ സ്ലറി കൊടുക്കണ്ട. ഏത് വളം കൊടുത്താലും ഏറ്റവും കുറഞ്ഞത് ഒരാഴ്ച, പറയുന്ന ഒരു സ്റ്റാൻഡേർഡ് ടൈം എന്ന് പറയുന്നത് 10 ദിവസത്തെ ഗ്യാപ്പാണേ.
10 മുതൽ 12, 15 അല്ല 2 ആഴ്ച ഇടവിട്ടെങ്കിലും ഏറ്റവും കുറഞ്ഞത് വളം കൊടുത്താൽ മതി. അല്ലാതെ എല്ലാ ദിവസവും വളം കൊടുത്താൽ ചെടിക്ക് വലിച്ചെടുക്കാൻ പറ്റാതെ വരും. അവരുടെ വേരുകൾ തിങ്ങി നിന്ന് അഴുകിപ്പോകാനൊക്കെയുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം ഞാൻ ഇതിനകത്തോട്ട് 4 സാധനം ഇട്ടിട്ടുണ്ടേ. എന്നിട്ട് നമുക്കിതിനെ ഒന്ന് ഇളക്കി ചേർക്കാം. നമ്മുടെ വളക്കൂട്ടെല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുവാണേ. ഇനി നമുക്ക് കാബേജിൻ്റെയും കോളിഫ്ലവറിൻ്റെയും ഒക്കെ അടുത്തോട്ടൊന്ന് പോയിട്ട് വരാവേ. ഇത് നമ്മൾ കഴിഞ്ഞ ആഴ്ച നട്ടുപിടിപ്പിച്ച് ചുവട് പിടിച്ചു തുടങ്ങിയിരിക്കുന്നൊരു കാബേജാണേ. കാബേജിൻ്റെ തൈകൾ നട്ടുപിടിപ്പിച്ചാൽ ഒരു 2 ആഴ്ച ആകുമ്പോൾ, അല്ലെങ്കിൽ ഒരു 2 ആഴ്ചയോട് അടുക്കുന്ന ഒക്കെ ഒരു സമയത്ത് വേണമെങ്കിൽ നമുക്കിതിൻ്റെ ചുവട്ടിലേക്ക് ആദ്യത്തെ വളപ്രയോഗം നടത്തി തുടങ്ങാം. ആദ്യം കൊടുക്കേണ്ടുന്ന വളമെന്ന് പറയുന്നത് ഏതെങ്കിലും കമ്പോസ്റ്റ് വളം എന്ന് പറഞ്ഞാൽ കോഴിവളമായാലും കാലിവളമായാലും അതുപോലെ ചാണകപ്പൊടി ആയാലും കമ്പോസ്റ്റ് ആയാലും എല്ലാം തന്നെ, വെർമി കമ്പോസ്റ്റ് ആയാലും എല്ലാം കമ്പോസ്റ്റ് വളങ്ങളാണ്. കമ്പോസ്റ്റ് വളങ്ങളിൽ കൂടുതലുള്ളതെന്ന് പറയുന്നത് നൈട്രജനാണ്. ആദ്യ സമയം ഇവർക്ക് നന്നായി വേണ്ടത് നൈട്രജൻ അടങ്ങിയ വളങ്ങളാണ്. എന്നാൽ 2ാമത്തെ ആഴ്ചയാകുമ്പം കൊടുക്കേണ്ടുന്ന വളം വേറെ ഇനം വളം വേണം നമ്മൾ കൊടുക്കാൻ. അപ്പം ഈ ചെടിയുടെ ചുവട് ഞാൻ പതുക്കെ ഒന്ന് ഇളക്കുവാണേ. പിന്നെ കളകൾ വളരാതിരിക്കാൻ ശ്രദ്ധിക്കണം. കളകൾ വളർന്നു കഴിഞ്ഞാൽ കളയ്ക്ക് വേണോ വളം, വിളയ്ക്ക് വേണോ വളം എന്നുള്ള മത്സരമാകും അവരുടെ ഇടയിൽ. ഇതൊരു കോളിഫ്ലവറാണേ. ഇതിനിട്ട് കണ്ടോ, ആദ്യമേ ഇതുപോലെ പുഴുവാണോ ഒച്ചാണോ ശല്യം ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നെ വരുന്ന ഇലകൾക്കൊന്നും തന്നെ കുഴപ്പമില്ല കേട്ടോ. അപ്പം ഞാൻ കാണിച്ച ആ വളം നിങ്ങൾ ചെയ്തു കൊടുത്താൽ മതി, വളരെ നല്ലതാണ്. അപ്പം ഇതിൻ്റെ ചുവടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മുടെ വളം കണ്ടോ, ഇത് ഒരു കുറച്ച് ഞാൻ ഇതിൻ്റെ ചുവട്ടിലോട്ട് ഇട്ട് കൊടുക്കുവാണേ. കണ്ടോ, ഇത് മാത്രം കൊടുത്തേച്ചാൽ മതി. തണ്ടേ മുട്ടാതെ ഒരിച്ചിരി മാറ്റി ഇട്ട് കൊടുത്തു കേട്ടോ, അതാണ് നല്ലത്. അപ്പോൾ ഇവർക്കും കൂടെ ഞാൻ കൊടുത്തേക്കാം. അല്ലേ, പാവം അടുത്ത് നിൽക്കുന്നതല്ലേ, അവർക്കൊരു സങ്കടം വരും. യോ, എനിക്ക് തന്നില്ലല്ലോ, എനിക്ക് ഇന്നാൾ തന്നുകൊണ്ടല്ലേ തരാത്തത്, അങ്ങനെയൊക്കെയുള്ള ഒരു തോന്നൽ വരണ്ട. അവർക്കും കൂടെ കൊടുത്തേക്കാം ഒരിച്ചിര കേട്ടോ. എന്നിട്ട് ഞാൻ ചുവട്ടിൽ നിന്ന് ഇച്ചിര മാറ്റിയിട്ട്, ചുവട്ടിലൊന്നും മുട്ടിപ്പോയാലും കുഴപ്പമില്ല, എന്നാലും നമ്മൾ എപ്പോഴും സൂക്ഷിക്കുന്നതാണല്ലോ നല്ലത്. അതുകൊണ്ട് ഞാൻ ഇതുപോലെ അങ്ങോട്ട് വളവും കൂടി ഇട്ടിട്ട് മണ്ണ് കൂട്ടി കൊടുക്കുവാണേ. ഇതിനും ഇച്ചിരി മണ്ണ് കൂട്ടി കൊടുത്തേക്കാം. അപ്പോൾ ഒരു പാൽച്ചീര വന്നിരിക്കുന്നുണ്ടോ. അപ്പോൾ അവനെ ഇവിടെ നിന്ന് കുഴിച്ച് വെച്ച് നോക്കാം. മണ്ണിളക്കിയപ്പോൾ പോയി. ഇനി എങ്ങാനും കിളുത്ത് കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ. നല്ല ഇളക്കമുള്ള മണ്ണിനകത്താണെങ്കിൽ ചിലപ്പോൾ അമ്മമാരങ്ങ് ചുവട് പിടിച്ചോളൂ. പാൽച്ചീരയത് കേട്ടോ. അങ്ങനെ 4 or 5 ചുവട് മാത്രമാണ് ഞാൻ കാബേജ് നട്ടിരിക്കുന്നത്. പിന്നൊരു കാര്യം പറയാവേ. നമ്മുടെ ആനക്കൊമ്പൻ വെണ്ടയുടെ വിത്തുകൾ പാകി മുളച്ചതൊക്കെ കിളുത്ത് വന്നിട്ടുണ്ട്. ആനക്കൊമ്പൻ വെണ്ടയുടെ പച്ചയും ചുവപ്പും വിത്തുകൾ വന്നിട്ടുണ്ട്. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മെസ്സേജ് ഇട്ടോണം. തീർന്നു പോകുന്നതിന് മുന്നേ ആണെങ്കിൽ എല്ലാവർക്കും തരാം. ഇനി നമ്മുടെ കുറ്റിപ്പയറാണേ, കണ്ടോ, ഇത്രയും വരെ കിളുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല പെട്ടെന്ന് തന്നെ വളർന്നു വരുന്നുണ്ട് കേട്ടോ കുറ്റിപ്പയർ. ഇനിയിപ്പം ഇവിടം വരെ വന്നു കഴിഞ്ഞാൽ അവരൊരു ചെറുതായിട്ട് വള്ളി വീശും. വള്ളി വീശുന്നതിനോട് കൂടി അവർ പൂവിട്ടും തുടങ്ങും. അപ്പോൾ ഈ സമയമാകുമ്പോഴേ നമ്മൾ എന്തെങ്കിലും ഒരു കമ്പോ, അല്ലെങ്കിൽ ഞാനിവിടെ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് കയറായതുകൊണ്ട് എനിക്കിവിടെ ചെയ്തു കൊടുക്കാൻ പറ്റുന്നത് കയറാണ്. ഇപ്പം നമ്മൾ പറമ്പിലാണെങ്കിൽ വേറൊരു വലിയ ചെടിയുടെ കമ്പൊടിച്ച് ഇതിനകത്തോട്ട് കൊണ്ടുവന്ന് കുത്തി കൊടുക്കാം. അപ്പോൾ അതിനൊക്കെ ബുദ്ധിമുട്ടാണ് ഇവിടെ. ഈ കൂട്ടത്തിൽ നിന്ന വെണ്ടയ്ക്ക്, അന്നേരം ഞാൻ പറഞ്ഞില്ലേ വെണ്ട ഇങ്ങനെ നന്നാകാതെ നിൽക്കുമായിരുന്നു. അപ്പം നമ്മൾ ആ വളവിട്ടപ്പം വെണ്ടയ്ക്ക പിടിച്ചു തുടങ്ങിയത് കണ്ടോ. ഇത് ആനക്കൊമ്പൻ വെണ്ടയുടെ ഒരു ഇനമാണ് കേട്ടോ. പക്ഷേ മുകളിലോട്ട് പോയിരിക്കുന്നത് നല്ലതായിട്ട് കിളുക്കുന്നുണ്ട് കണ്ടോ. പക്ഷേ എനിക്ക് അവരെ വെട്ടിക്കളയണം എന്നാണ് എൻ്റെ വിചാരം. കാരണം അവിടെ കയറി നമുക്ക് പറിച്ചെടുക്കാനൊക്കെ ഉള്ളത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് വെട്ടിക്കളയണം. പിന്നെ ഈ അവസരം എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് ചെറുതായിട്ട് അതിൻ്റെ ചവിട്ടിക്കൂടെ ഒന്ന് മണ്ണ് വരഞ്ഞു കൊടുക്കാൻ പോവാം ഞാനേ. ചെടിയുടെ വേരൊന്നും നിങ്ങളാരും ഇതുപോലെ വളർത്തിയെടുത്തേച്ച് കളഞ്ഞേക്കരുത്. പതുക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇപ്പം ഇതുപോലെ മഴയുള്ള സമയത്ത് നമ്മൾ ചുവട് ഇളക്കി കൊടുത്തില്ലെങ്കിൽ പോലും അവർക്ക് വളം വലിക്കാൻ പറ്റും. നമ്മളൊന്ന് ചെറുതായിട്ട് കണ്ടോ, ഇതിങ്ങനെ മണ്ണ് മാറ്റുമ്പോൾ തന്നെ കാണാം ചെറിയ ചെറിയ നൂല് പോലുള്ള വേര് കണ്ടോ. അങ്ങനെയുള്ള വേരുകളെല്ലാം പൊട്ടിപ്പിച്ച് നശിപ്പിച്ച് കളയരുത്. അപ്പം ഞാൻ ഇതുപോലെ ചെറുതായിട്ടൊന്ന് മണ്ണ് ഇളക്കിയിട്ട് നമ്മളിപ്പോൾ കൂട്ടിയ വളമില്ലേ അത് തന്നെ, ആ വളം തന്നെയാണ് ഇതിന് ഇട്ട് കൊടുക്കുന്നത്. വളം ഏതാണെന്ന് കാണാത്തവരുണ്ടെങ്കിൽ നമ്മൾ ആ വളം മിക്സ് ചെയ്തപ്പോൾ ആ ആദ്യ ഭാഗം കണ്ടു നോക്കിക്കോണം കേട്ടോ. അപ്പോൾ ഇവർക്കും കൂടെ ഞാൻ ഇതേ വളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ കമ്പുണ്ടേ കമ്പ് കൊടുക്കാം, അല്ലെ കയറ് കെട്ടിക്കൊടുക്കുകയോ, അല്ലെ 4 മൂലയ്ക്കും 4 കമ്പുകൾ കുത്തി നാട്ടിയിട്ട് അതേ കൂടി ഒരു പ്ലാസ്റ്റിക് കയറോ വല്ലോ ഉടക്കി കൊടുക്കുകയോ ഒക്കെ ചെയ്താൽ മതി. ഇനി ഒന്നും ചെയ്തില്ലേലും അവരവിടെ കിടന്ന് തന്നെ ഉണ്ടാകുകയും ചെയ്യുന്നതാണ് ഇത്തരത്തിലുള്ള ഈ കുറ്റിപ്പയർ എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഈ കമ്പ് ഇവിടോട്ടൊന്ന് പതുക്കെ കുത്തി കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ കുത്തി കൊടുത്തിട്ടുണ്ട്. ഇന്ന് നമുക്ക് വിളവെടുക്കാനായിട്ട് ഇവിടെ 2 പടവലവും
പിന്നെ കുറച്ച് പയറിൻ്റെ വിത്ത് പയറുകളുമാണ് ഇവിടെ ഉള്ളത്. പിന്നെ നമുക്കൊരു കാര്യം നോക്കാം കേട്ടോ. 2 പടവലങ്ങ നമുക്ക് വിളവെടുക്കാനുണ്ട്. അത് ഞാനിങ്ങനെ എടുക്കുവാണേ. കണ്ടോ, നേരത്തെ എടുക്കുന്നത് എന്നാണെന്നറിയോ? ഇത് പറയുന്ന കൂട്ടത്തിൽ ഞാൻ വിളവെടുക്കുന്നതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മഴയാണെങ്കിൽ ഒന്നും എടുക്കാൻ പറ്റാതെ വരും. അപ്പോൾ ഉള്ളതെങ്കിലും ആകട്ടെ എന്നോർത്താണ് ഇത് നമ്മളിങ്ങനെ എടുത്തിട്ട് പോരുന്നത്. പിന്നെ ഇവിടെ ദേ കുറച്ച് വള്ളിപ്പയറുണ്ടായി തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ കുറച്ച് പറിച്ചത് അതിൽ നിന്ന്. പിന്നെ നിങ്ങളെ എനിക്ക് വേറൊരു സാധനം കാണിച്ചു തരാണ്ടേ. ഇന്ന് എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് എൻ്റെ കൂടെ നിൽക്കുന്നത് ശിവദത്താണേ. ശിവത്തെ ഒരു ഹായ് പറഞ്ഞേ. കുറച്ച് പയറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. കുറച്ച് എത്തുകയില്ല, ചിലതൊക്കെ പൊട്ടിയൊക്കെ പോയി. അപ്പം നമുക്ക് നമ്മുടെ വഴുതനയുടെ അടുത്തോട്ട് പോവാവേ. നമ്മുടെ വെജിറ്റബിൾസിൻ്റെ രാജാവ്, പച്ചക്കറികളുടെ രാജാവ് ആരാണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്നാ പറയുന്നത്? അറിയാവുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേ. ഞാനിപ്പോൾ പറയുന്നുണ്ട്. ഞാൻ പറയുന്നതിന് മുന്നേ നിങ്ങളുടെ മനസ്സിൽ തോന്നിയത് എന്താണോ അതിൻ്റെ പേരൊന്ന് കമൻ്റ് ഇടാൻ മറന്നുകൊണ്ട് കേട്ടോ. പച്ചക്കറികളുടെ രാജാവെന്ന് പറയുന്നത് വഴുതനയാണേ. അത് നമുക്കറിയാം, വഴുതനയെന്ന് പറഞ്ഞാൽ പല കളറിലും പല ഷേപ്പിലും ഉള്ളതുണ്ട്. അതിൻ്റെ കളറിൻ്റെ വൈവിധ്യവും അതുപോലെ അതിൻ്റെ അകത്തെ പോഷക ഗുണങ്ങളുമാണ് പച്ചക്കറികളുടെ രാജാവാക്കി അവനെ മാറ്റിയിരിക്കുന്നത്. പച്ചക്കറികളുടെ റാണി ആരാണെന്നറിയോ? ക്യൂൻ ഓഫ് ദി വെജിറ്റബിൾസ്. പച്ചക്കറികളുടെ രാജകുമാരി ആരാണെന്ന് അറിയാമെങ്കിൽ നിങ്ങൾ ആ പേരെനിക്കൊന്ന് കമൻ്റ് ഇട്ടാരേ കേട്ടോ. അപ്പോൾ നമുക്കിതേ നമ്മുടെ ഇവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ 2-3 ചുവട് വഴുതനയും അതുപോലെ നമ്മുടെ കാപ്സിക്കോ ആണേ. നമ്മൾ കാപ്സിക്കം കഴിഞ്ഞ ദിവസം വിളവെടുത്തതാണ്. ദേ പിന്നെയും ഉണ്ടായിട്ടുണ്ട് കണ്ടോ. ഇതിനൊക്കെ ദേ ചെറിയ ചെറിയ കിഴുത്ത വന്നിരിക്കുന്നുണ്ടോ? അതൊക്കെ ഒച്ച് കയറിയിരുന്ന് കരളുന്നതാണ്. മുളകാണാലും മുകളിൽ വരെയൊക്കെ കയറും ഈ ഒച്ചുകൾ. അപ്പം ഞാൻ ഇവർക്ക് ചെയ്യുന്നതും ദേ ഈ കൊണ്ടുവന്നിരിക്കുന്ന നമ്മൾ കൂട്ടിവെച്ച വളയില്ലേ, അതേ സാധനങ്ങൾ വിളവ് കൂട്ടിയിട്ട് ഈ പച്ചക്കറി ചെടികളുടെ ചുവട്ടിലോട്ട് ഞാൻ ദേ ഇത് വാരിയിടുവാണേ. ഇപ്പം ഞാൻ ആദ്യം ഇടുന്നത് വഴുതനയ്ക്കാണേ കേട്ടോ. ഇനി വഴുതനയ്ക്കായാൽ ഒക്കെ നമ്മൾ ചെയ്യേണ്ടത്, വഴുതനയ്ക്കായാലും മുളകിനായാലും ഒക്കെ വളവിട്ട് കൊടുത്താൽ ഉടനെ അതിൻ്റെ മുകളിലോട്ട് മണ്ണിട്ട് കൊടുത്തോണം കേട്ടോ. ഞാൻ മണ്ണല്ല ഇവിടെ ഇടുന്നത്, നമ്മുടെ പോട്ടിംഗ് മിക്സ് ആണ്. നമ്മുടെ പോട്ടിംഗ് മിക്സ് എന്ന് പറഞ്ഞാൽ എന്നാന്ന് നിങ്ങൾക്ക് അറിയാം. ഞാൻ പോട്ടിംഗ് മിക്സ് ഇടുന്നതിൻ്റെ കാരണം ഇതിപ്പോൾ ടെറസിൻ്റെ മുകളിലല്ലേ, കുറച്ചിടയേ ഉള്ളൂ എനിക്കിതിവിടെ കേട്ടോ. ഞാൻ ദേ വളം ഇങ്ങനെ ചേർത്ത് അങ്ങോട്ട് ഇടുവാണ്. അതിൻ്റെ മുകളിലോട്ട് നമുക്ക് കുറച്ച് പോട്ടിംഗ് മിക്സും കൂടെ കൊണ്ടുവന്ന് ഇട്ട് കൊടുക്കണം. എന്നാലേ ഇവർക്ക് നല്ല വിളവ്. കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ വിളവെടുത്താണ് വീണ്ടും വീണ്ടും നിറയെ പൂക്കളുണ്ടാകുന്നത് കണ്ടോ. അങ്ങനെ പൂക്കളുണ്ടായി നല്ല വലിയ കായ്കളായി മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ വളമിട്ട് കൊടുക്കുന്നത്. ഈ വഴുതനകൾക്കും മുളകിനുമൊക്കെ ആഴ്ചയിൽ വളമിട്ട് കൊടുക്കണം. ഇതുപോലെ വളമിട്ട് മണ്ണിട്ടതിന് ശേഷം ഇവർക്ക് ഏറ്റവും നല്ലതെന്നാണെന്നറിയോ? നമ്മളുണ്ടാക്കി വെക്കുന്ന ജൈവ സ്ലറി നല്ലവണ്ണം നേർപ്പിച്ച്. പക്ഷേ ഈ മഴക്കാലത്ത് ഇങ്ങനെ മഴ പെയ്ത് തോരാതെ മഴ പെയ്ത് ചെടിയുടെ ചോട്ടിലെല്ലാം നനവ് തങ്ങി നിൽക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ജൈവ സ്ലറി ചെയ്യണമെന്നില്ല. ഇപ്പം ഒരു നനവ് കുറഞ്ഞ അന്നേരം തന്നെ നമുക്ക് ജൈവ സ്ലറി കൊടുക്കാം. ജൈവ സ്ലറി കൊടുത്താൽ നിർത്താതെ കായ്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇത് നമ്മുടെ ചോളമാണേ. കുറച്ചൊക്കെ മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ മറ്റ് ചോളങ്ങൾ ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചത് ഞാൻ കാണിച്ചു തരാൻ വീണ്ടുമേ. ബാ, ഇത് നമ്മുടെ ചോളം കണ്ടോ? അതെ മേളിലോട്ട് വന്നാണ്ടോ? ഇത് കണ്ടോ? ഇതിന് ഇതേ പതുക്കെ പൂവും കൂടെ വന്നു തുടങ്ങി. ഈ പൂ വരുന്നത്തേലോട്ട് ഈ മേളിൽ നിൽക്കുന്ന പൂ കണ്ടോ, നെല്ല് പോലെ, അതിൽ നിന്നുള്ള പൂമ്പൊടി ഇതേൽ നല്ലതുപോലെ വീഴുന്നതിനനുസരിച്ചാണ് ഇതിനകത്തുള്ള ചോളത്തിൻ്റെ മണികൾ നല്ല ചേർന്നിരുന്നും കൂടുതലായിട്ടും ഒക്കെ ഉണ്ടാകുന്നതിനുള്ള കാരണം പോളിനേഷൻ കൂടുതൽ നടക്കുന്നതാണ്. അപ്പം കാറ്റും ഒക്കെ ഉണ്ടെങ്കിൽ സാധാരണ അങ്ങ് നടന്നോളൂ, അല്ലെങ്കിൽ നമ്മളിതൊന്ന് ചെയ്ത് കൊടുക്കണം. പതുക്കെ ഒന്നിങ്ങനെ കുലുക്കി കൊടുത്താൽ മതി. അതുകൂടാതെ ഉണ്ടല്ലോ, ഈ മഴയൊക്കെ പെയ്താൽ പൂമ്പൊടിയെല്ലാം ഒഴുകിപ്പോകും. അപ്പോഴും പോളിനേഷനുള്ള സാധ്യത കുറയും. അതാണ് ആ സമയത്തൊക്കെ ഉണ്ടാകുന്ന കായ്കളിൽ ചോളത്തിനകത്ത് നിറയെ ചോളമണികൾ ഇല്ലാതെ പോകുന്നത് കേട്ടോ. അപ്പോൾ പോളിനേഷൻ മാത്രമാണ് അതിൻ്റെ കാരണം, അല്ലാതെ നമ്മൾ വളം കൊടുക്കുന്നതിലോ മറ്റു കാര്യങ്ങളിലൊന്നുമല്ല. ഇത് നമ്മുടെ കോളിഫ്ലവർ ആണേ. കണ്ടോ, ഇതുപോലെ ഇലകൾ നടുക്ക് കൂടി തുടങ്ങുമ്പോൾ നമ്മൾ മനസ്സിലാക്കിക്കോണം പൂവുണ്ടാകാറായി. പക്ഷേ കോളിഫ്ലവറിൻ്റെ പൂക്കൾ ഉണ്ടാകുന്നത് ഈ മഴക്കാലത്തുണ്ടായാലേ ചീഞ്ഞു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മൾ ചില ആളുകളൊക്കെ പറയും കോളിഫ്ലവർ വർഷത്തിൽ എല്ലാ കാലത്തും വളർത്താൻ പറ്റുന്ന സ്ഥലം കാണും, അല്ലെങ്കിൽ പോളി ഹൗസുകളിലാണെങ്കിൽ പറ്റും. നമ്മൾ ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ എത്ര നല്ലവണ്ണം ഉണ്ടായി കഴിഞ്ഞിട്ടാണെങ്കിലും 2-3 ദിവസം അടുപ്പിച്ച് മഴ വന്നാൽ അത് അഴുകാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ ഒക്ടോബർ മാസം നമ്മൾ പറയുമല്ലോ, നമ്മുടെ കേരളത്തിൽ ഇപ്പം പ്രത്യേകിച്ചും മധ്യ കേരളത്തിൽ വരുന്ന കോട്ടയം പോലത്തെ ഭാഗത്തെന്ന് പറഞ്ഞാൽ
പൊതുവേ ചൂട് കൂടുതലുള്ള സ്ഥലമാണ്. ഇവിടെ നമുക്ക് ഈ കാബേജ് ആയാലും കോളിഫ്ലവർ ആയാലും ലെറ്റ്യൂസ് ആയാലും ഒക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒക്ടോബർ നവംബർ മുതൽ ഡിസംബർ ജനുവരി വരെയുള്ള സമയങ്ങൾക്കകത്താണ് ഇവരെ നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് പറ്റുന്നത്. പിന്നെ കോളിഫ്ലവറിന് ഒരു 45 ദിവസം ഒരു 50 ദിവസം അല്ലെ കൂടിപ്പോയാൽ 2 മാസം കിട്ടേണ്ട കാര്യമേ ഉള്ളൂ. അതിപ്പോൾ കോളിഫ്ലവറിനായാലും ശീതകാല പച്ചക്കറികളായ റാഡിഷ് ആയാലും ബ്രൊക്കോളി ആയാലും ഒക്കെ ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ നല്ലോണം വളർന്ന് പെട്ടെന്ന് കായ്കൾ തരുന്നതാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് കൊടുക്കുന്ന വളപ്രയോഗത്തിൻ്റെ അളവും അതിനനുസരിച്ച് നമ്മൾ കൊടുക്കണം. കൂടുതൽ തവണ നമ്മൾ വളം കൊടുക്കണം. എങ്കിൽ മാത്രമേ അവർക്ക് നല്ലതുപോലെ വളരാനും പെട്ടെന്ന് തന്നെ നല്ല വിളവ് തരാനും അവർക്ക് സാധിക്കത്തുള്ളൂ. ഇവിടെ നമുക്കിതേ 2-3 പാവയ്ക്കുണ്ട്. ശരിക്കും കണ്ടോ, അധികം വളർന്നിട്ടില്ല, എന്നാലും ഞാനതങ്ങ് വിളവെടുക്കുക. കാരണം ഇപ്പം നമ്മളിങ്ങനെ പറിച്ചെടുത്തില്ലെങ്കിലേ പെട്ടെന്ന് പൊട്ടി അഴുകിപ്പോവും. ചുവന്ന് പഴുത്ത് കായെല്ലാം വിത്തുകളെല്ലാം തെറിച്ച് നമുക്ക് നഷ്ടമായിപ്പോയി. ഇപ്പോൾ ഇത് 3 കൂടെ ചേർത്താൽ നമുക്കൊരു തോരൻ വെക്കാനുള്ളതേ ഉള്ളൂ, എന്നാലും അത് അത്രയും കിട്ടും. പിന്നെ നമ്മുടെ ബ്രൊക്കോളി പൂവിടാനുള്ള ഒരുക്കത്തിലാണെന്ന് തോന്നുന്നു. 2-3 തക്കാളി ഇന്ന് വിളവെടുക്കാനുണ്ടേ. അപ്പോൾ അതിനേക്കൂടെ അങ്ങ് പറിച്ചെടുത്തേക്കാം. അല്ലെങ്കിൽ മഴ കാരണം അഴുകി താഴെ വീണ് നഷ്ടപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. കഴിഞ്ഞ ദിവസവും നമ്മളിവിടുന്ന് പറിച്ചപ്പം ഒരെണ്ണം അഴുകിപ്പോയിട്ടുണ്ടായിരുന്നേ. അപ്പം ഞാൻ എൻ്റെ ഈ കളറുള്ളതിനെ അങ്ങ് പറിക്കുക. വീട്ടിൽ കൊണ്ട് വെക്കുമ്പം പഴുത്തോളും. നമ്മുടെ പീച്ചിൽ വളരുന്ന കണ്ടോ, ആദ്യത്തെ വിളവെല്ലാം തീർന്നതിന് ശേഷം അതേ ചെടിയെ തന്നെ വീണ്ടും പീച്ചിലുണ്ടായിരിക്കുവാണ്. പീച്ചിലൊക്കെ നട്ടു വളർത്താൻ പറ്റിയ സമയമാണ് ഈ മഴക്കാലം. മഴക്കാലത്താണെങ്കിൽ നമ്മൾ വിത്ത് പാകി മുളപ്പിച്ച് മാറ്റി നടാനൊന്നും നിൽക്കേണ്ട. മണ്ണിലേക്ക് ചെറുതായിട്ട് മണ്ണ് മാറ്റി അവിടേക്ക് ഇട്ട് കൊടുത്താൽ മതി. അവരങ്ങ് കിളുത്ത് കയറി വന്നോളും. അപ്പം പീച്ചിലിൻ്റെയൊക്കെ വിത്തുകൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ തരുന്ന വാട്സാപ്പ് നമ്പറിൽ വിത്തിൻ്റെ പേരൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ ഇതേ 2-3 ചെറിയ പച്ച വഴുതനങ്ങയുണ്ട്. അപ്പം ഞാൻ അവരെ കൂടെ പറിച്ചെടുക്കുക. കണ്ടോ, കുറച്ച് പേരേ ഉള്ളൂ. ഇത് വേറൊരിനം കത്രിക്കയാണ്, ഉരുണ്ട വഴുതനയാണ്. അപ്പോൾ അവരെ കൂടെ അങ്ങ് വിളവെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. കുറച്ചെണ്ണം, ഒരു നല്ലോണം പാകമായിട്ടുള്ള കുറേ എണ്ണം, ഇത് ഇഷ്ടം പോലെ ഉണ്ടാകും കേട്ടോ. ഇവർക്ക് ചെറുതായതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ചെറിയ ഉരുണ്ട ഇത്രയല്ലേ ഉള്ളൂ. അത് ചെയ്യുന്നുണ്ടോ, കൊലയായിട്ടുണ്ടാകുന്നുണ്ടോ, കണ്ടോ, കാണാവോ? അതുപോലെ ദേ ഇവിടെയുണ്ട് കേട്ടോ, കണ്ടോ, ഇഷ്ടം പോലെ ഉണ്ടാകുന്നുണ്ട്. പിന്നെ ദേ നമ്മുടെ കൂർക്കയാണേ. ഇതുപോലെ പൂവുണ്ടാകുമ്പോൾ നമ്മൾ മനസ്സിലാക്കിക്കോണം വിളവെടുപ്പ് അടുക്കാറായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇലകളുടെ ഇത് കണ്ടോ, നിറമൊക്കെ മാറി തുടങ്ങി. അപ്പോൾ മഴ മാറിയിട്ട് വേണം. മഴയത്ത് ഇപ്പോൾ ഇതുപോലത്തെ കിഴങ്ങ് വർഗ്ഗങ്ങൾ എന്ത് വിളവെടുത്താലും ശരിയാകത്തില്ല. മഴ മാറി ഒരു 2 ഉണക്ക് കിട്ടിയിട്ട് വേണം നമുക്ക് ഇവരെയൊക്കെ ഒന്ന് വിളവെടുക്കാം. നമ്മൾ കഴിഞ്ഞ ദിവസം ഇവിടുന്ന് അർമേനിയൻ കുക്കുംബർ വിളവെടുത്ത് ഇവിടെ നിന്ന് തിന്നതാണേ. ദേ ഇവിടെ കണ്ടോ, ഷമാം ഉണ്ടാകുന്നുണ്ടോ, കണ്ടോ, ഇവിടെ ഷമാമുണ്ട്. ഏതാണെന്ന് എനിക്ക് ചെടി ഏതാണെന്ന് തിരിച്ചറിയത്തില്ല. ഷമാമുണ്ട്, അതുപോലെ പൊട്ടുവെള്ളരി ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ ചുരക്കയുടെ ഒരു ചെടിയാണേ. ചുരക്കയുടെ ഒരു ചെടി കയറി പോകുന്നുണ്ട്. ഇവരെല്ലാം നല്ലോണം വളർന്ന് വരുവാണ്. പിന്നെ ഞാൻ നിങ്ങളെ ഇങ്ങോട്ട് കാണിക്കാൻ വന്നത് എന്നാണെന്നറിയോ, ദേ ഇത് കണ്ടോ, ഈ വളർന്ന് മേളിലോട്ട് കയറി പോകുന്നതിനെ കണ്ടോ, ഇവനാണ് ചൗച്ചൗ. ഇവിടെ ഉണ്ടാവുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. നല്ല തണുപ്പുള്ള സ്ഥലത്തുണ്ടാകുന്ന ഒരാസാമിയാണിവനെ. പക്ഷേ ഒരു കാര്യമുണ്ട് കേട്ടോ, എൻ്റെ പറമ്പിൽ ഈ ചൗച്ചൗ കായ്ച്ച് കിടപ്പുണ്ട്. നമുക്ക് അടുത്ത ദിവസം പോയി വിളവെടുക്കാം. പറമ്പിലോട്ട് പോകുന്ന കാര്യം ഓർത്തപ്പോഴാണ് ഞാൻ നിങ്ങളോട് പറയാതിരുന്നൊരു കാര്യമുണ്ടേ. കഴിഞ്ഞ ദിവസം ഞങ്ങൾക്കിവിടെ മഴക്കുഴിയുണ്ട്. ആ മഴക്കുഴിക്കകത്ത് വന്നിട്ടുണ്ടല്ലോ ഒരു പട്ടി ചാടി. അപ്പം ഞാൻ വിചാരിച്ചു പട്ടിയെ ഇന്ന് ഇവിടുന്ന് കുഴിക്കകത്തുനിന്ന് പൊക്കി കളയാനായിട്ട് ഞങ്ങൾ ഫയർഫോഴ്സിൽ ചെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം ഫയർഫോഴ്സുകാർ വന്ന് കഴിയുമ്പോഴത്തേക്കിനും മതിയല്ലോ എന്ന് വിചാരിച്ച് ഞാനിങ്ങനെ അനങ്ങാതിരുന്നു. പക്ഷേ എൻ്റെ സ്വപ്നങ്ങളെല്ലാം പൊട്ടി തകർന്നു പോയി. വേറൊരു നമ്മുടെ പണിക്കാരൻ ഇവിടെ വന്നിട്ടേ അവനെ പിടിച്ച് അതിനകത്തൊന്ന് കയറ്റി വിട്ടു. എനിക്കാണെങ്കിൽ നിങ്ങളെ കാണിച്ചു തരാനും പറ്റിയില്ല. എന്നായിരിക്കും ഈ പട്ടി ഇതിനകത്ത് വീണ് കിടന്നപ്പോൾ എൻ്റെ മനസ്സിൽ പോയിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ഇട്ടുതരാം കേട്ടോ. ശരിക്കും ശരിയായൊരു സ്വപ്നമായിരുന്നില്ല. എന്നാലും ഇപ്പോൾ ആളുകൾ ഇതൊക്കെയല്ലേ ചെയ്യുന്നത്. അപ്പം നമ്മളിതൊക്കെ കണ്ടു കേട്ട് നമ്മളിതൊക്കെ അങ്ങ് പഠിക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പം ഞാൻ ദൈവൻ്റെ മണ്ട നുള്ളിക്കളഞ്ഞായിരുന്നു കേട്ടോ. ശിഖരങ്ങൾ വന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ദേ ഇതൊരു ശിഖരം കിളുക്കുന്നുണ്ടേ. പിന്നെ ദേ ഇതൊരു ബ്രാഞ്ച് വരുന്നുണ്ടേ. അവരതേ കൂടെ കയറി പടരട്ടെ. ഇവിടെ നിന്ന് നോക്കിയാൽ കൃത്യമായിട്ട് കാണത്തില്ല. എൻ്റെ പ്ലാവേലോട്ട് കയറിയിട്ടാണ് ഇവന്മാർ കായ്ച്ച് കിടക്കുന്നത്. നല്ലോണം കായ്ച്ചിട്ടുണ്ട്. അടുത്ത ദിവസം നമുക്ക് അവിടെ ഇറങ്ങിപ്പോയിട്ട് വിളവെടുക്കാം കേട്ടോ. 2-3 തക്കാളിയും കൂടെ കിട്ടിയിട്ടുണ്ട്. കുറച്ച് വിളവ് തന്നു കഴിയുമ്പോൾ അവർ പിന്നെ മടുപ്പായി പോവും. അപ്പം നമ്മൾ വേറെ നട്ടുപിടിപ്പിക്കണം. അവിടെ ഇവിടെയൊക്കെ ഞാൻ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. കുറച്ചും കൂടെ കിളുത്ത് കയറട്ടെ, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം.
അപ്പോൾ നമ്മൾ ഇന്നത്തെ വിളവെടുപ്പ് ഇവിടോട്ട് അവസാനിപ്പിക്കാൻ പോകണേ. പെരുമഴ വരാൻ പോവുകയാണ്. അപ്പോൾ ഇതേപോലെ നിങ്ങളെല്ലാം എന്തെങ്കിലുമൊക്കെ ചെടികൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈ മഴക്കാലം എന്ന് പറയുന്നത് വളം ചെയ്യാൻ സൂപ്പറായിട്ടുള്ള സമയമാണ്. നിങ്ങൾ വളം ചെയ്തു കൊടുക്കണം. പിന്നെ ഞാൻ ഒരു വയ്യാവേലി ഇവിടുന്ന് ഒഴിവാക്കിയതാണേ. പക്ഷേ വേറൊരു വയ്യാവേലി ഇവിടോട്ട് കൊണ്ടുവരാനായിട്ട് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുക. ഞാനത് ചെയ്യുമ്പോൾ നിങ്ങൾ എന്നോടത് തിരിച്ചു പറയും. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.